ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാവിലെ ആവുമ്പോൾ വിഷ്ണുവിൻ്റെ അമ്മ മൂകാംബിയിലേക്ക് പോകാൻ റെഡിയായി ഡൈനിങ് ഹാളിലേക്ക് എത്തുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന വിഷ്ണുവിനോട് അവർ പറയുന്നുണ്ട്, പല തവണ മുടങ്ങിപ്പോയിട്ടും ഇത്തവണ നിന്റെ കാര്യം വിചാരിച്ചാ ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോകുന്നതെന്ന്. പിന്നീട് അവർ രാധയുടെ അടുത്തേക്ക് ചെന്ന്, മോളെ രാധേ, കാര്യങ്ങളൊക്കെ നോക്കിക്കോണേ എന്ന് പറഞ്ഞ് എല്ലാവരോടുമായി എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം എന്ന് പറയുന്നുണ്ട്. അവര് വിളിച്ചില്ലല്ലോ അച്ഛമ്മേ എന്ന് കല്ലു ചോദിക്കുമ്പോൾ, വിളിക്കുമ്പോൾ ധൃതിക്ക് ഇറങ്ങി ഓടണ്ടല്ലോ, റോഡ് സൈഡിൽ പോയി നിൽക്കാം, പോട്ടെ മോളെ എന്ന് പറഞ്ഞ് ബാഗ് എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് കല്ലുവും അച്ചമ്മയുടെ പിറകെ ചെല്ലുന്നുണ്ട്. അവർ പോകുന്നത് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് രാധ വിഷ്ണുവിനോടായി പറയുന്നുണ്ട്, എനിക്കറിയാം ഇതെനിക്കിട്ടുള്ള പണിയാണെന്ന്. അല്ലെങ്കിൽ സ്വന്തം മോൻ വയ്യാതെ കിടക്കുമ്പോൾ അമ്മമാരാരെങ്കിലും മൂകാംബികയ്ക്ക് പോവോ? നാട്ടുകാർ കേട്ടാ എന്ത് പറയും എന്ന് ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ, നാട്ടുകാരെന്ത് പറയാൻ, മോന്റെ കാലക്കേട് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്മ മൂകാംബികയിൽ പോയെന്ന് പറയും. കാര്യങ്ങളൊക്കെ നോക്കാൻ അമ്മ വീട്ടിലുണ്ടല്ലോ എന്ന് കാവ്യ പറയുമ്പോഴേക്കും അവിടെ ബസിന്റെ ഹോണടി കേൾക്കുന്നുണ്ട്. ദേ അച്ചമ്മയുടെ വണ്ടി വന്നു എന്ന് കാവ്യ പറയുമ്പോൾ, ഇവർക്കൊന്നും മുന്നും പിന്നും നോക്കണ്ടല്ലോ, ഇറങ്ങി അങ്ങ് പോയാൽ മതിയല്ലോ എന്ന് രാധയും പിറുപിറുക്കുന്നുണ്ട്. എല്ലാം കേട്ടോണ്ടിരുന്ന വിഷ്ണുവും ദേഷ്യത്തോടെ, രാധേ നീ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ, ഈ പ്രായം വരെ ഇവരൊക്കെ മുന്നും പിന്നും നോക്കിയതല്ലേ, ഇനി അവരുടെ താല്പര്യത്തിന് കുറച്ചു പോട്ടെ എന്ന് പറയുമ്പോഴേക്കും കല്ലുവും അങ്ങോട്ടെത്തുന്നുണ്ട്. അപ്പോഴേക്കും രാധ പിള്ളേരോടായി പറയുന്നുണ്ട്, ദേ എനിക്ക് ഒറ്റയ്ക്ക് കിടന്ന് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല, പിള്ളേരെ കണ്ടറിഞ്ഞെല്ലാം ചെയ്തോണം, സ്കൂളിൽ പോവാൻ സമയത്ത് തന്നെ ഇറങ്ങിക്കോണം, രണ്ടിന്റെയും പുറകെ കിടന്നോടാനൊന്നും എന്നെ കൊണ്ട് വയ്യെന്ന് പറഞ്ഞ് രാധ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. നടന്നത് തന്നെ എന്ന് പറഞ്ഞ് കല്ലുവും സോഫയിലേക്ക് ഇരിക്കുന്നുണ്ട്. അവിടെ രാധ അടുക്കളയിൽ ദോശ ചുടാൻ ആരംഭിക്കുന്നുണ്ട്. ദോശ ചട്ടുകം കൊണ്ട് ഇളക്കിയെടുക്കുമ്പോഴേക്കും അതിലെല്ലാം അത് ഒട്ടിപ്പിടിച്ച് ആകെ കുഴഞ്ഞു പോകുന്നുണ്ട്. അവൾ മിക്സി ജാറിൽ തേങ്ങയിട്ട് മിക്സി ഓണാക്കുമ്പോഴേക്കും അയ്യോ എന്ന നിലവിളി കേട്ട് ഡൈനിങ് ഹാളിലിരിക്കുന്ന വിഷ്ണുവും കാവ്യവും കല്ലുവും എല്ലാം അടുക്കളയിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. ജാറിന്റെ മൂടി ഉരിത്തെറിച്ച് തേങ്ങയെല്ലാം പരന്നു കിടക്കുന്നതിന്റെ ടെൻഷനോടെ രാധയും അവിടെ നിൽപ്പുണ്ട്. ഇന്ന് പട്ടിണിയാവോ എന്ന് കാവ്യ കല്ലുവിനോടായി ചോദിക്കുമ്പോഴേക്കും, ഏയ് ഇപ്പൊ ശരിയാവോ അച്ഛ എന്ന് കല്ലു അച്ഛനോടായി ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും രാധ കുക്കറിൽ പരിപ്പ് കഴുകിയിടുന്നുണ്ട്. കുക്കറിന്റെ മൂടിയടയ്ക്കാനും അവൾക്ക് കഴിയുന്നില്ല. നേരമില്ലാത്ത നേരത്താ ശേ എന്ന് പറഞ്ഞവൾ ടെൻഷനോടെ നിൽപ്പുണ്ട്. പിന്നീട് അവൾ ആ കുക്കറും താങ്ങി പിടിച്ച് ഡൈനിങ് ഹാളിലേക്ക് എത്തുമ്പോഴേക്കും എല്ലാവരും ചിരിയോടെ നോക്കുന്ന കണ്ട്, എന്താ ഇവിടെല്ലാം കുറെ ആക്രി സാധനങ്ങളാ, ഒന്നും വർക്കാവുന്നില്ല എന്ന് പറയുമ്പോഴേക്കും എന്താ പ്രശ്നമെന്ന് വിഷ്ണുവും ചോദിക്കുന്നുണ്ട്. ദേ ഇത് അടയുന്നില്ല എന്ന് കുക്കർ കാണിച്ചുകൊണ്ട് അവൾ പറയുന്നുണ്ട്. ദോശക്കല്ലിന്ന് ദോശ ഇളകുന്നില്ല, മിക്സിയുടെ അടപ്പാണെങ്കിൽ ഇളകി തെറിച്ചു എന്നവൾ പറയുമ്പോഴേക്കും, അയ്യോ മിക്സിയിൽ എന്തായിരുന്നു എന്ന് കാവ്യ ചോദിക്കുന്നുണ്ട്. ചമ്മന്തി എന്ന് രാധ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും ചിരിയോടെ വെള്ളച്ചമ്മന്തി അല്ലേ എന്ന് കാവ്യ ചോദിക്കുന്നുണ്ട്. നീ എങ്ങനെ അറിഞ്ഞു എന്ന് രാധ ചോദിക്കുമ്പോൾ, ചമ്മന്തി കുറെ അമ്മയുടെ തലയിലും മുഖത്തുമൊക്കെ ഇരിപ്പുണ്ടെന്ന് കാവ്യം ചിരിയോടെ പറയുന്നുണ്ട്. രാധ അത് കേട്ട് നെറ്റിയിലെയും തലയിലെയും എല്ലാം ചമ്മന്തി തുടച്ചു കളഞ്ഞോണ്ട്, ദേ ഇതൊന്ന് അടച്ചു തന്നെ എന്ന് പറഞ്ഞ കുക്കർ വിഷ്ണുവിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. വിഷ്ണു അത് വാങ്ങി ഒരു സെക്കൻഡ് കൊണ്ട് അടച്ചു കൊടുത്തോണ്ട്, ഇത്രയുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ഓ എന്ന് പറഞ്ഞ് രാധ അതും വാങ്ങിക്കൊണ്ട് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അച്ഛൻ ഇനി ഈ ഒരു കാലം വെച്ച് പാചകം ചെയ്യേണ്ടി വരും എന്ന് കല്ല് പറയുമ്പോഴേക്കും മിക്കവാറും എന്ന് കാവ്യയും പറയുന്നുണ്ട്. വാ നമുക്ക് പോയി ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് കല്ലു കാവ്യയും കൂട്ടിക്കൊണ്ട് അടുക്കളയിലേക്ക് പോകുന്നുണ്ടേ. അടുക്കളയിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ ചമ്മന്തി എല്ലാം തിരച്ചു കിടക്കണ കണ്ട്, യോ അടുക്കളയിൽ മൊത്തം ചമ്മന്തിയാണല്ലോ എന്ന് കാവ്യ ചോദിക്കുന്നുണ്ട്. രാധാവിടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് കുക്കർ വെച്ച സ്റ്റൗ അണഞ്ഞത് ശ്രദ്ധിച്ചോണ്ട്, അമ്മ ഇതേ സ്റ്റൗ അണഞ്ഞല്ലോ എന്ന് കല്ല് വിളിച്ചു പറയുന്നത്. അത് കണ്ട് പരിഭ്രമത്തോടെ രാധ ചെന്ന് വീണ്ടും ലൈറ്റർ എടുത്ത് സ്റ്റൗവിന് തീ കൊളുത്തുന്നുണ്ടെങ്കിലും അത് കത്തുന്നുണ്ടായിരുന്നില്ല. ഗ്യാസ് തീർന്നതായിരിക്കും എന്ന് കല്ല് പറയുമ്പോൾ ഇനി എന്തു ചെയ്യും എന്ന് ദേഷ്യത്തോടെ രാധയും ചോദിക്കുന്നുണ്ട്. ബുക്ക് ചെയ്യണം, അച്ഛമ്മയോട് ചോദിച്ചു നോക്കട്ടെ എന്ന് കല്ല് ചോദിക്കുമ്പോഴേക്കും എന്നാ വേഗം ചെല്ലെന്ന് പറഞ്ഞ് രാധ അവളെ പറഞ്ഞു വിടുന്നുണ്ട്. എന്റെ ഈശ്വര എന്ന് പറഞ്ഞ് രാധ വീണ്ടും പാത്രം കഴുകാൻ തുടങ്ങുമ്പോഴേക്കും ഇടുപ്പിൽ കൈ കുത്തി നിന്നുകൊണ്ട് കാവ്യ ചോദിക്കുന്നുണ്ട്, സ്കൂളിലേക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുപോകാൻ പറ്റുമെന്ന്. ഓ റെഡിയാക്കി തരാം എന്ന് രാധ പറയുമ്പോഴേക്കും റെഡിയാക്കി തന്നാ മതി എന്ന് കാവ്യയും. അപ്പോഴേക്കും കല്ലു അങ്ങോട്ട് വന്ന്, അമ്മേ അച്ഛമ്മയെ വിളിച്ചു, അച്ഛമ്മ ഗ്യാസ് ബുക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ നാളെയേ കിട്ടൂ എന്ന് കല്ല് പറയുമ്പോൾ, അയ്യോ അപ്പോ ഇന്ന് എന്ത് ചെയ്യുമെന്ന് രാധ ചോദിക്കുന്നുണ്ട്. പുറത്ത് വിറകടുപ്പുണ്ടെന്ന് കല്ല് ഓർമ്മിപ്പിക്കുമ്പോൾ, എന്നാ ആ കലത്തിൽ ഇടുന്നതാ നല്ലതെന്ന് കാവ്യയും പറയുന്നുണ്ട്. ആകെ ടെൻഷനോടെ തൽക്കാലം ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡും ജാമും കഴിക്കുന്ന രാധ കുട്ടികളോടായി പറയുന്നുണ്ട്. പിന്നീട് പുറത്തെ അടുപ്പിൽ കലം വെച്ച്
തീ കത്തിക്കാൻ ഊതിക്കൊണ്ടിരിക്കുന്ന രാധയാണ് കാണിക്കുന്നത്. അവിടെ ഡൈനിങ് ടേബിളിലിരുന്ന് കല്ലും കാവ്യയും ബ്രെഡ് കഴിച്ചുകൊണ്ടിരിക്കുക. പ്ലേറ്റിൽ ബാക്കി വന്ന ഒരു ബ്രെഡ് കാവ്യ എടുക്കുമ്പോഴേക്കും അതിങ്ങും തന്നേ എന്ന് കല്ലുവും പിടിച്ചു വലിക്കുന്നുണ്ട്. ഞാൻ തരില്ല, അത് എനിക്ക് വേണമെന്ന് കാവ്യയും. ഇതെല്ലാം ശ്രദ്ധിച്ചോണ്ട് ചിരിയോടെ വിഷ്ണുവും സോഫയിൽ ഇരിപ്പുണ്ട്. കല്ലു അമ്മയെ നീട്ടി വിളിക്കുമ്പോഴേക്കും എന്താ എന്ന് ചോദിച്ച് രാധയും അങ്ങോട്ടെത്തുന്നുണ്ട്. അമ്മ ഇത് കണ്ടോ, ആ ബ്രെഡ് ഇങ്ങോട്ട് തരാൻ പറ എന്ന് കല്ല് പറയുമ്പോഴേക്കും എന്താ രണ്ടും കൂടെ എന്ന് രാധ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. അമ്മേ ബ്രെഡ് എന്ന് കല്ല് ചോദിക്കുമ്പോഴേക്കും തരാമെന്ന് പറഞ്ഞ് രാധ അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും ഇച്ചിരി ജാമും കൂടി എന്ന് കല്ല് വിളിച്ച് പറയുന്നുണ്ട്. രാധ ബ്രെഡും ജാമും കൊണ്ടുവന്ന് കൊടുത്ത് നീ തന്നെ ചെയ്യുന്ന കല്ലുവിനോടായി പറയുന്നുണ്ട്. കല്ലു ബ്രെഡ് എടുത്ത് ജാം പുരട്ടുമ്പോഴേക്കും ഉച്ചയ്ക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങ്, നാളെ കുഴപ്പമില്ല ഞാൻ ഉണ്ടാക്കി തരാം, വേഗം കഴിക്കെന്ന് പറഞ്ഞ് പുറത്തുള്ള വിറകടുപ്പിനരികിലേക്ക് ചെല്ലുന്നുണ്ട്. പുകഞ്ഞോണ്ടിരിക്കുന്ന അടുപ്പിനരികിലേക്ക് വേഗത്തിൽ ഓടിച്ചെന്ന് കലം തുറന്ന് തവിയിട്ടിളക്കി വേവ് നോക്കിക്കൊണ്ട് അടുപ്പൂതി കത്തിക്കുന്നുണ്ട് രാധ. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞ് വിഷ്ണുവിനരികിലേക്ക് വന്ന് അച്ഛൻ ലേറ്റായി, ഇനി എന്ത് ചെയ്യുമെന്ന് ബാഗ് എടുത്തോണ്ട് കല്ല് ചോദിക്കുന്നുണ്ട്. അത് കേട്ടോണ്ട് വരുന്ന രാധയും വിഷ്ണുവേട്ടാ ഒരു ഓട്ടോ വിളിച്ചു കൊടുത്തേ എന്ന് പറയുന്നുണ്ട്. നോക്കട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണു ഓട്ടോക്കാരനെ വിളിക്കുമ്പോഴേക്കും കല്ലുവും കാവ്യവുമെല്ലാം ആകെ ടെൻഷനോടെ അവിടെ തന്നെ നിൽപ്പുണ്ട്. ആരെയും വിളിച്ചിട്ട് കിട്ടാതെ വിഷ്ണു വീണ്ടും വീണ്ടും മൊബൈലിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും അച്ഛാ എന്തായി എന്ന് കാവ്യ ചോദിക്കുന്നുണ്ട്. ആരെയും കിട്ടുന്നില്ല, എല്ലാരും ബിസിയാ എന്നവളോടായി പറഞ്ഞോണ്ട് രാധയോടായി രാധേ നീ ഒരു ഓട്ടോ വിളിച്ചു കൊടുക്ക്, ലേറ്റ് ആവണ്ട എന്ന് വിഷ്ണു പറയുമ്പോൾ രാധ പിള്ളേരെയും കൊണ്ട് ഓട്ടോ വിളിക്കാനായി പോകുന്നുണ്ട്. വേഗം വാ വൈകിയെന്ന് പറഞ്ഞ് രണ്ടുപേരുടെയും കൈ പിടിച്ചോണ്ട് രാധ റോഡിലൂടെ ഓടുന്നുണ്ട്. ഇതിനിടയ്ക്കാണ് കാവ്യ വിളിച്ച് അമ്മ ഷൂ ഇളകിയെന്ന് പറയുന്നത്. എന്റെ കാവ്യ എന്ന് പറഞ്ഞ് രാധ അത് റെഡിയാക്കി കൊടുത്തോണ്ട് വീണ്ടും അവരെയും കൊണ്ടോടി ജംഗ്ഷനിലെത്തുന്നുണ്ട്. റോഡ് സൈഡിൽ ഒരിടത്ത് അവർ വെയിറ്റ് ചെയ്യുമ്പോഴേക്കും അമ്മേ ഇതാ അങ്ങോട്ട് പോവാമെന്ന് കല്ല് പറയുന്നുണ്ട്. വേണ്ട ഓട്ടോ വരുമെന്ന് പറഞ്ഞ് രാധ അവിടെ തന്നെ ഓട്ടോ വരുന്നുണ്ടോന്ന് നോക്കിക്കൊണ്ട് നിൽപ്പാ. അമ്മ ഇനി എപ്പോ പോവാനാ, അമ്മേ വാ അമ്മേ അങ്ങോട്ട് പോയി നിൽക്കാം എന്ന് പറഞ്ഞ് കല്ല് വീണ്ടും അമ്മയുടെ കയ്യിൽ പിടിക്കുമ്പോഴേക്കും ഒന്ന് അടങ്ങി നിൽക്കന്റെ കല്ലു, ഓട്ടോ ഇപ്പോൾ വരുമെന്ന് രാധയും പറയുന്നുണ്ട്. അപ്പോഴേക്കും ഒരു ഓട്ടോ അതിലെ വരുന്നുണ്ട്. രാധ ഓട്ടോ കൈ കാണിച്ച് നിർത്തി പിള്ളേരെ അതിൽ കയറ്റിവിട്ട് വേഗത്തിൽ വീട്ടിലേക്ക് നടന്നു പോകുന്നുണ്ട്. വീട്ടിലെത്തിയപ്പോഴേക്കും അവിടെ ആകെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഡൈനിങ് ടേബിളെല്ലാം അവൾ വൃത്തിയാക്കുന്നു. പിന്നീട് ചട്നി തിറച്ചു കിടക്കുന്ന അടുക്കളയും മിക്സിയും എല്ലാം ക്ലീനാക്കിയ ശേഷം അവൾ മുറ്റത്ത് വെച്ചിരിക്കുന്ന വിറകടുപ്പിലെ ചോറിനരികിലേക്ക് ഓടുന്നുണ്ട്. അവിടെ അടുപ്പിൽ തീ കത്താതെ കിടക്കണ കണ്ട് ടെൻഷനോടെ എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് ആകെ ക്ഷീണത്തോടെ നടുവെല്ലാം താങ്ങിക്കൊണ്ട് അവൾ ഡൈനിങ് ടേബിളിലേക്ക് വന്നിരിപ്പുണ്ട്. ആ സമയത്താണ് അവൾക്ക് അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന തൻ്റെ അമ്മയെ ഓർമ്മ വരുന്നത്. രാവിലെ ആവുമ്പോൾ താൻ എണീക്കാതെ കിടന്നുറങ്ങുന്നതും വീട്ടിലെ സകല ജോലികളും ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാക്കി അമ്മ ടേബിളിൽ നിർത്തുന്നതും പിന്നീട് മരിച്ചുപോയിന്ന് കരുതിയ അമ്മ ആകെ അവശതയോടെ തിരിച്ചു വരുമ്പോഴേക്കും താനും മഹേഷും കൂടി അമ്മയെ മുകളിലെ ആ ഇരുട്ടുമുറിയിൽ കൊണ്ടാക്കുന്നതും അമ്മയ്ക്കെതിരെ അവൾ കോടതിയിൽ പറയുന്നതുമെല്ലാം അവൾ ഓർത്തെടുക്കുന്നുണ്ട്. അമ്മയ്ക്ക് രണ്ട് മുഖമുണ്ടെന്നുള്ളത് സത്യമാ, ഞങ്ങളോട് കുട്ടിക്കാലം മുതലേ അമ്മ ടോക്സിക് ആയിരുന്നു എന്നൊക്കെ താൻ കോടതിയിൽ പറഞ്ഞതോർക്കെ രാധയ്ക്കും ആകെ ടെൻഷൻ ആവുന്നുണ്ട്. രാവിലെ ആയിട്ടും രേണുവിന്റെ വീട്ടിലെ ആ ചെറിയ മുറിയിൽ തറയിൽ പാ വിരിച്ച് കിടന്നുറങ്ങുന്ന മഹേഷിന്റെ അടുത്തേക്ക് ഋതു എത്തുന്നുണ്ട്. അച്ഛാ നേരം വെളുത്തു, എണീക്കുന്നില്ലേ എന്നവൻ വിളിച്ചു ചോദിക്കുമ്പോൾ കണ്ണു തുറന്ന് എണീറ്റിട്ട് എന്തിനാടാ ഋതു, ഇവിടുത്തെ പട്ടിപ്പണിയെടുക്കാനല്ലേ എന്ന് ചോദിച്ച് എഴുന്നേറ്റിരുന്നോണ്ട് ഋതുവിനെ അരികിലേക്ക് വിളിക്കുന്നുണ്ട്. ഋതു അച്ഛൻ്റെ അരികിലേക്കായി ചെന്നിരിക്കുമ്പോഴേക്കും ഡാ ഈ കൊതുകുതിരി കത്തിച്ചു വെച്ചാൽ പിന്നെ മനുഷ്യന് ബോധം കാണില്ല, തലയ്ക്ക് അടിച്ചതുപോലെ ഉറക്കം, രാവിലെ ആണെങ്കിൽ ഭയങ്കര ക്ഷീണവും എന്ന് മഹേഷ് പറയുമ്പോഴേക്കും രാവിലെ തന്നെ അച്ഛനെ അമ്മമ്മ തിരക്കുന്നുണ്ട് എന്ന് ഋതുവും പറയുന്നുണ്ട്. എന്തൊരു മര്യാദയില്ലാത്ത സ്ത്രീയാടാ നിന്റെ അമ്മമ്മ, ഒരു മരുമോനോട് ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്ന് മഹേഷ് ചോദിക്കുമ്പോഴേക്കും അത് അച്ഛൻ വില കളഞ്ഞു നിന്നിട്ടാണെന്ന് ഋതുവും. അതിനിപ്പോ അച്ഛനൊരു നയാ പൈസയുടെ വിലയില്ല ഋതു, നമ്മുടെ വിലയെന്ന് പറയുന്നതേ നമ്മുടെ കയ്യിലിരിക്കുന്ന ചിക്കിലിയാ ചിക്കിലി, എന്നും ഞാൻ ഇങ്ങനെ ഇരിക്കുമെന്നാ അവരുടെ വിചാരം എന്ന് മഹേഷ് പറയുമ്പോഴേക്കും അച്ഛൻ ഇതൊരു റിവഞ്ച് ആയിട്ട് എടുക്ക്, ജീവിച്ച് കാണിച്ചു കൊടുക്കച്ച എന്ന് ഋതുവും അച്ഛനെ മോട്ടിവേറ്റ് ചെയ്യാനായി പറയുന്നുണ്ട്. ആദ്യം ഞാനൊന്ന് നിലത്ത് നിന്നോട്ടേടാ ഋതു, എന്നിട്ട് റിവഞ്ച് എടുക്കാം, അതുവരെ നിന്റെ അമ്മയെയും അമ്മമ്മയെയും അപ്പൂപ്പനെയും എല്ലാം സഹിച്ചല്ലേ പറ്റൂ എന്ന് മഹേഷ് പറയുന്നുണ്ട്. അത് ശരിയാ, അച്ഛമ്മയോട് അച്ഛൻ കാണിച്ചതിനുള്ള മറുപടിയാ ഈ കിട്ടുന്നതൊക്കെ, അതെന്തായാലും അനുഭവിച്ചേ പറ്റൂ എന്ന് ഋതുവും. ശേഷം ടെൻഷനോടെ എന്റെ അമ്മയുടെ പ്രാക്കായിരിക്കും ഇതല്ലേടാ ഋതു എന്ന് ചോദിക്കുമ്പോഴേക്കും ഏയ് അച്ഛൻ ആരെയും പ്രാഗില്ല, എനിക്കറിയാമെന്ന് ഋതുവും. ഇവിടെ പുറംപണിക്ക് വന്നിരുന്ന പണിക്കാരെയും നിന്റെ അമ്മൂമ്മ പറഞ്ഞു വിട്ടു, അതറിയോ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ അച്ഛൻ ഇവിടെ നിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന് അപ്പൂപ്പൻ കണക്ക് വെക്കുന്നുണ്ട്, കോമ്പൻസേറ്റ് ചെയ്യാനാവും മിനി ആന്റിയെ പറഞ്ഞു വിട്ടത് എന്ന് ഋതുവും പറയുന്നുണ്ട്. ഇതിനെന്തെങ്കിലും ഞാൻ പകരം ചോദിക്കുവിടാ ഋതു എന്ന് മഹേഷ് പറയുമ്പോഴേക്കും
അച്ഛൻ പകരം ചോദിച്ചാൽ മതി എന്ന് ഋതുവും. അപ്പോഴേക്കും ശശികല അങ്ങോട്ട് വന്ന്, ആഹാ, മരുമോൻ ഇതുവരെ എണീറ്റില്ലേ? സ്കൂളിൽ പോവാനുള്ള കൊച്ചിനെ പിടിച്ചിരുത്തി കിന്നാരം പറയുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും, ഞാൻ ഋതു പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു എന്ന് മഹേഷും പറയുന്നുണ്ട്. കാര്യമായി പോയി, ഇവൻ എത്രയിലാ പഠിക്കുന്നതെന്ന് മരുമോൻ അറിയാമോ എന്ന് ശശികല ചോദിക്കുമ്പോൾ മഹേഷ് വായും പൊളിച്ചിരിപ്പുണ്ട്. മരുമോൻ എണീച്ച് സ്ഥിരം വ്യായാമങ്ങൾ ചെയ്യാത്തത് എന്താ? അല്ലേ, വെറുതെ ഇരുന്നാലേ പിത്തം പിടിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ശശികലയും അവിടുന്ന് പോകുന്നുണ്ട്. അച്ഛന്റെ പട്ടിപ്പണി ഓണായി, അതാണല്ലോ ഇപ്പോഴത്തെ വ്യായാമം. അച്ഛൻ വാ എന്ന് പറഞ്ഞ് ഋതുവും എഴുന്നേറ്റ് പോകുന്നുണ്ട്. ദേഷ്യത്തോടെ മഹേഷും എണീച്ച് തന്റെ പായെല്ലാം മടക്കി വെച്ച് അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് ഒരു നീളം പൈപ്പിന്റെ അറ്റത്ത് മഹേഷ് ചൂല് കെട്ടിക്കൊണ്ടിരിപ്പുണ്ട്. ഈ നിൽക്കുന്ന ഋതുവും പറയുന്നുണ്ട്, അപ്പോ വർക്കൗട്ട് തുടങ്ങച്ചാ, ഈ ടെക്നോളജി കൊള്ളാമെന്ന്. എടാ, ഈ കുറ്റി ചൂലുകൊണ്ട് മുറ്റമടിച്ച് നടു ഒടിഞ്ഞടാ ഋതു എന്ന് പറഞ്ഞവൻ ആ പൈപ്പും പിടിച്ച് തൂക്കാൻ തുടങ്ങുമ്പോഴേക്കും ഇത് അമ്മമ്മ കണ്ട ഇടപെടും. നടു വളച്ച് തൂത്താലേ വൃത്തിയാവുന്നല്ലേ അമ്മമ്മ പറഞ്ഞത്? ഋതു ചോദിക്കുമ്പോഴേക്കും ആ കാഴ്ചയും കണ്ടുകൊണ്ട് ശശികലയും അങ്ങോട്ടെത്തുന്നുണ്ട്. അവൻ പൈപ്പിൽ ചൂലുകെട്ടി തൂക്കണ കണ്ട്, ഇതെന്താ മരുമോനെ, ഇത് വലിയ സ്റ്റൈലാണല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും മഹേഷ് തിരിയോടെ തൂത്തോണ്ട് നിൽക്കണ കണ്ട്, ഇതൊന്നും വെച്ച് തൂത്താ വൃത്തിയാവില്ല, മരുമോന കമ്പും കോലുമെല്ലാം മാറ്റിയിട്ട് പണി ചെയ്യാൻ നോക്ക് എന്നവർ പറയുമ്പോൾ മഹേഷ് ആ പൈപ്പിന്റെ അറ്റത്ത് കെട്ടിയ ചൂൽ വലിച്ചെടുത്തോണ്ട് പൈപ്പ് വലിച്ചെറിഞ്ഞ് കുനിഞ്ഞുകൊണ്ട് മുറ്റമടിക്കാനായി തുടങ്ങുന്നുണ്ട്. ദേഷ്യത്തോടെ അവൻ മുറ്റമടിക്കുന്ന കണ്ട്, ദേ, എന്നോടുള്ള ദേഷ്യമൊന്നും തറയിൽ കാണിക്കണ്ട, എടുത്തെറിഞ്ഞ കമ്പ് എടുത്ത സ്ഥാനത്ത് കൊണ്ട് ചെന്ന് വെച്ചേക്കണം കേട്ടോ എന്നവർ പറയുമ്പോഴേക്കും മഹേഷും ഒരു നിമിഷം എണീറ്റ് നിന്നുകൊണ്ട് അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട്, എല്ലാം ഞാൻ ഇരുന്നിടത്ത് തന്നെ കൊണ്ടുവെക്കുന്നുണ്ട് എന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. വീണ്ടും ദേഷ്യത്തോടെ മുറ്റമടിക്കാനായി തുടങ്ങുമ്പോഴേക്കും അവരും അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും രേണു സിറ്റൗട്ടിലേക്ക് വന്ന് മഹേഷിനെ വിളിച്ചോണ്ട്, അതേ, വെയിലാവും മുമ്പേ ഇതൊന്ന് അലക്കിയിട്ടെ, എനിക്കൊട്ടും വയ്യ എന്ന് പറഞ്ഞ് തുണി നിറച്ച ആ ബക്കറ്റ് അവന്റെ നേരെ നീട്ടുന്നുണ്ട്. മഹേഷും ഒരു നിമിഷം അവളെ നോക്കിക്കൊണ്ട്, എനിക്ക് ഒരു വയ്യായികയുമില്ല, നല്ല സുഖം, അതുകൊണ്ട് കുഴപ്പമില്ല, പുറത്തൊന്നും പോകുന്നില്ലെങ്കിലും അലക്കാനുള്ള തുണിക്ക് ഒരു കുറവുമില്ലല്ലോ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് തന്റെ കയ്യിലുള്ള ആ കുറ്റിച്ചൂൽ നോക്കി തറയിലേക്ക് എറിയുന്നുണ്ട്. എന്നിട്ട് അവളുടെ അടുത്തേക്ക് ചെന്ന് ആ ബക്കറ്റ് പിടിച്ചു വാങ്ങിക്കൊണ്ട് വീഴാനായി കിടക്കുന്ന തുണികളെല്ലാം ബക്കറ്റിലേക്ക് നിറയ്ക്കുമ്പോഴേക്കും, ഏയ്, ആ ചൂല് പിടിച്ച കൈകൊണ്ട് എന്റെ തുണിയെ പിടിക്കല്ലേ എന്ന് രാധ പറയുന്നുണ്ട്. കാനുള്ളതല്ലേ, പിന്നെന്താ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ, എനിക്കിഷ്ടല്ല എന്ന് രാധയും പറയുന്നുണ്ട്. ഈ ചൂല് പിടിച്ച കൈകൊണ്ട് വേണം പോയി അലക്കാൻ, പിടിക്കുമോ എന്തോ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ, കൂടുതൽ ന്യായമടിക്കാതെ കൊണ്ടുചെന്ന് അലക്കാൻ നോക്ക് എന്ന് രേണു പറയുമ്പോഴേക്കും ആരെയോ മൊബൈലിൽ വിളിച്ചുകൊണ്ട് ഭാർഗവനും അങ്ങോട്ടെത്തുന്നുണ്ട്. മഹേഷ് ആ തുണി നിറച്ച ബക്കറ്റുമായി പോവാൻ തുടങ്ങുമ്പോഴേക്കും മരുമോൻ അവിടെ നിന്നെന്ന് പറഞ്ഞ് ഭാർഗവൻ വിളിക്കുന്നുണ്ട്. മഹേഷ് സംശയത്തോടെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും മരുമോന് സുഖവാസത്തിനുള്ള വിസയാവുന്നുണ്ട് കേട്ടോ എന്ന് ഭാർഗവൻ പറയുമ്പോൾ സന്തോഷത്തോടെ, ഏത് രാജ്യത്തെ വിസയാച്ചാ എന്ന് രേണുവും ചോദിക്കുന്നുണ്ട്. സെൻട്രൽ ജയിലിലേക്ക് എന്ന് ഭാർഗവൻ പറയുന്നത് കേട്ട് മഹേഷ് വെപ്രാളത്തോടെ നിൽക്കുമ്പോഴേക്കും, എന്റെ ദൈവമേന്ന് പറഞ്ഞ് രേണുവും പരിഭ്രമത്തോടെ നെഞ്ചത്ത് കൈവയ്ക്കുന്നുണ്ട്. മരുമോന്റെ അറസ്റ്റ് ഉടനെ കാണുമെന്ന് അറിയുന്നത് എന്ന് ഭാർഗവൻ പറയുമ്പോഴേക്കും ശശികലയും അങ്ങോട്ടെത്തുന്നുണ്ട്. അറസ്റ്റ് ഉണ്ടെങ്കിലേ ഇവിടുന്ന് ഒഴിഞ്ഞു മാറുന്നതാ നല്ലത്, ഞാൻ നേരത്തെ പറഞ്ഞേക്കാമെന്ന് രേണുവും. അയ്യോ, മരുമോൻ പോയാ ഇവിടുത്തെ പുറംപണിയൊക്കെ ആര് ചെയ്യും എന്ന് ടെൻഷനോടെ ശശികല ചോദിക്കുമ്പോൾ, മിനി വരുന്നില്ലെന്ന് ഭാർഗവൻ ചോദിക്കുന്നുണ്ട്. എവിടുന്ന്? മിനിയോട് ഇനി വരണ്ടെന്ന് ഞാൻ തീർത്തു പറഞ്ഞതല്ലേ എന്ന് ശശികല പറയുമ്പോൾ, അതെന്തു വർത്താനാ ശശികലെ, എന്നാണെങ്കിലും മരുമോന്റെ അറസ്റ്റ് ഉണ്ടാവുമെന്ന് നിനക്കറിയില്ലേ എന്ന് ഭാർഗവനും ചോദിക്കുന്നുണ്ട്. എന്നാലും പോലീസ് ഇവിടെ കയറി വന്ന് അറസ്റ്റ് ചെയ്യോ എന്ന് ശശികല ചോദിക്കുമ്പോൾ, ഇവിടെയാവുമ്പോ പോലീസ് ധൈര്യത്തോടെ വരും, ഞാൻ കൂടി സഹായിക്കുമെന്ന് പോലീസിനറിയാം എന്ന് ഭാർഗവൻ പറയുന്നത് കേട്ട് ടെൻഷനോടെ മാമ എന്ന് മഹേഷ് വിളിക്കുന്നുണ്ട്. എന്തായാലും പണികൾ നടക്കട്ടെ, പണി പാതിക്കിട്ട് പോയാലേ മരുമോന് പിന്നെ അത് വിഷമമാവും എന്ന് ഭാർഗവൻ പറയുമ്പോൾ, അലക്ക് കഴിഞ്ഞിട്ടെ അകത്തോട്ടുള്ള വെള്ളവും കൂടി കോരി വെക്കണേ മരുമോനെ എന്ന് ശശികലയും പറയുന്നുണ്ട്. അത് ടാങ്കിലോട്ട് മോട്ടർ അടിച്ചാ പോരെ എന്ന് മഹേഷും സങ്കടത്തോടെ ചോദിക്കുമ്പോൾ, ടാങ്കിലേക്ക് വെള്ളമടിക്കാൻ കറണ്ട് വേണ്ടേ മരുമോനെ, കഴിഞ്ഞ മാസം രൂപ 1500 കറണ്ട് ബില്ലിന് കൂടിയത് എന്ന് ഭാർഗവൻ ഓർമ്മിപ്പിക്കുമ്പോൾ, മരുമോനെ പണിയൊന്നും പെൻഡിങ്ങിൽ ഇടണ്ട, വേഗാവട്ടെ എന്ന് പറഞ്ഞ് ഭാർഗവനെ വിളിച്ചോണ്ട് അകത്തോട്ട് കയറി പോകുന്നുണ്ട് ശശികല. പുറകെ രേണുവും അകത്തോട്ട് കയറി പോകുമ്പോഴേക്കും മഹേഷും ആകെ ടെൻഷനോടെ സീറ്റ് ഔട്ടിലേക്ക് ഇരിക്കുന്നുണ്ട്. എല്ലാം കേട്ടോണ്ട് നിന്ന ഋതുവും, അച്ഛാ, ഇതൊന്നും കണ്ട് അച്ഛൻ തളരരുത്, പണി നടക്കട്ടെ, പിന്നെ ഇതിൻ്റെ ഇടയിൽ എന്നെ കുളിപ്പിച്ച് സ്കൂളിൽ വിടുന്ന കാര്യം മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുമ്പോഴേക്കും ഋതു എന്ന് സങ്കടത്തോടെ മഹേഷ് വിളിക്കുന്നുണ്ട്. അവൻ അച്ഛനെ ഒന്ന് നോക്കിക്കൊണ്ട് അകത്തോട്ട് കയറി പോകുമ്പോഴേക്കും, അറസ്റ്റ് ചെയ്യേ, കുത്തിക്കൊല്ലേ, എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, ഈ അടിമ പണിയേക്കാൾ അതാ നല്ലതെന്നും പറഞ്ഞ് മഹേഷും ടെൻഷനോടെ ഇരിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.